1930കളിൽ ഒരു നാടക പ്രദർശനശാലയായിട്ടാണ് കോഴിക്കോട് ക്രൗൺ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1970കളിൽ രാധാകൃഷ്ണൻ, രാമമൂർത്തി സഹോദരന്മാർ ഈ നാടകശാല ആദ്യ ഉടമയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. തുടർന്ന് 70mm സൗകര്യമുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സിനിമാ തിയേറ്ററായി അതിനെ ഉയർത്തി. ഇന്ന് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ തിയേറ്ററാക്കി മാറ്റുവാൻ ക്രൗൺ പുതുക്കി പണിയുകയാണ്. 1970-ലാണെങ്കിൽ 70mm അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. 70mm ആയിരുന്നു അന്ന് ഏറ്റവും 70mm സ്റ്റീരിയോസ്കോപ്പായിരുന്നു അന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി. അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു 10-15 കൊല്ലമാകുമ്പോഴേക്കും എയർ കണ്ടീഷൻഡ് തിയേറ്റർ ആണെങ്കിൽ മാത്രമേ ആൾക്കാർ ഇഷ്ടപ്പെടുള്ളൂ എന്നുള്ള കാലഘട്ടം വന്നപ്പോൾ എയർ കണ്ടീഷനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതും വീണ്ടും ആ കാലത്ത് ഒരു 10-30 ലക്ഷം റുപ്യ ചിലവായിട്ടുണ്ടാവും. വീണ്ടും 10 കൊല്ലമാകുമ്പോഴേക്കും സൗണ്ടിൻ്റെ മേഖലയിലായിരുന്നു പിന്നെ ചേഞ്ച് ഉണ്ടായിരുന്നത്. ഡോൾബി സ്റ്റീരിയോ, DTS എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വീണ്ടും. അപ്പോൾ ആ കാലങ്ങളിൽ 10-15 കൊല്ലങ്ങളിൽ നമ്മൾ എന്ത് ശേഖരിക്കാൻ പറ്റിയോ അതൊക്കെ ശേഖരിച്ച് വെച്ച് നോക്കുമ്പോഴേക്കും റെഡിയായിരിക്കും. പുതിയൊരു ചേഞ്ചിൻ്റെ ടൈമായിരിക്കും. അപ്പോൾ ആ സമയത്ത് വീണ്ടും ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. കംഫർട്ട്, ബെറ്റർ സീറ്റ്സ്, ഫെസിലിറ്റി, നല്ല ക്യാൻറ്റീനും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ ആൾ വരുള്ളൂ. അപ്പോൾ അതിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ നമ്മൾ ഓരോന്നിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യവും വന്നിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈസ് കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഡിജിറ്റൽ സിനിമയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇ സിനിമ, ഡി സിനിമ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹോളിവുഡ് സിനിമ കളിക്കണമെങ്കിൽ ഡി സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഇത് നിർബന്ധമായിരുന്നു. കാരണം ഹോളിവുഡ് ഡി സിനിമ മാത്രമേ അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ DCI അപ്രൂവ്ഡ് പ്രൊജക്ടേഴ്സ് വാങ്ങണമെങ്കിൽ ഇമ്പോർട്ടഡ് പ്രൊജക്ടേഴ്സ് വാങ്ങേണ്ട ആവശ്യം വന്നു. അപ്പോൾ വീണ്ടും 10-60 ലക്ഷം രൂപ അതിൽ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അപ്പോൾ അത് കാരണം അത് മാച്ച് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്കും അഡ്മിഷൻ റേറ്റ്സും കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ റേറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 രൂപയാണ് ബാൽക്കണി, താഴെ ഫസ്റ്റ് ക്ലാസ് 70, ഏറ്റവും താഴത്തെ ക്ലാസ് 50 റുപ്പീസ്. അങ്ങനെയാണ് 3 ക്ലാസ് ആയിട്ട്. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ കിഴക്കേക്കോട്ടയിൽ 1936ലാണ് ശ്രീപത്മനാഭ തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ലോകപ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അഭിമുഖമായി നിലകൊള്ളുന്ന തിയേറ്റർ ഇന്നത്തെ രൂപം കൈക്കൊള്ളുന്നതിന് മുമ്പ് 4 പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയി. 2012 കേന്ദ്ര സർക്കാരിന്റെ ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ 2ാമത്തെ തിയേറ്ററായി പത്മനാഭ മാറി. അമേരിക്കയിലുള്ളൊരു അക്രഡിഷൻ ബോഡിയാണ് ISO തന്നിരിക്കുന്നത്. ഇത് ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന BMQR എന്ന സ്ഥാപനമാണ് അവരുടെ ഇന്ത്യയിലുള്ള ഓത്തറൈസ്ഡ് ഏജൻസി ഈ ISO സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അവർ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സും ക്വാളിറ്റി അവർ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഏകദേശം ഒരു 120ഓളം കണ്ടീഷൻസ് ഉണ്ട്. അത് അത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക്, തിയേറ്റർ എന്നല്ല, ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ വേറൊരു രീതിയിലുള്ള ഗൈഡ് ലൈനാണ്, തിയേറ്ററിന് വേറൊരു രീതിയിൽ. അപ്പോൾ അത്രയും ഗൈഡ് ലൈൻസ് ഇത് ചെയ്യുന്ന സാറ്റിസ്ഫൈ ചെയ്യുന്ന തിയേറ്റേഴ്സിനാണ് ISO 9001 2008 കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ഒരു മൾട്ടിപ്ലെക്സ് സ്റ്റാൻഡേർഡുള്ള സീറ്റ്സ്, ഗുഡ് എയർ കണ്ടീഷനിങ്, വളരെ നല്ല സൗണ്ടും ലൈറ്റും, പിന്നെ മൊത്തത്തിലുള്ള ആംബിയൻസ്, ടോയ്ലറ്റ്സിൻ്റെ ഹൈജീൻ, ഇത്രയൊക്കെയാണ് ഓവറോളായിട്ട് അവർ നോക്കുന്നത്. കൊച്ചിയിലെ പ്രധാന ചലച്ചിത്ര പ്രദർശനശാലകളായ ഷേനൈസ്, ലിറ്റിൽ ഷേനൈസ്, ശ്രീധർ, പത്മ എന്നിവ ഷേനൈസ് ഗ്രൂപ്പ് ഓഫ് തിയേറ്റേഴ്സിന്റെ ഉടമസ്ഥതയിലാണ്. സമീപകാലത്താണ് MG റോഡിലെ പത്മ തിയേറ്റർ പുതുക്കിപ്പണിഞ്ഞ് ആധുനികവൽക്കരിക്കുന്നത്. സുരേഷ് ഷേണോയാണ് നമ്മളെ കൂടെയുള്ളത്. തിയേറ്റർ നടത്തിപ്പിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കൗതുകമുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളുടെ വിശദാംശങ്ങളൊക്കെ അദ്ദേഹമായിട്ട് നമുക്ക് സംസാരിക്കാം. ഹോളിവുഡിലൊക്കെ നിർമ്മിക്കുന്ന ഒരു സിനിമ എങ്ങനെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്? എന്താണ് അതിൻ്റെ ഒരു വഴി? അതായത് ഹോളിവുഡ് സിനിമയുടെ എല്ലാ കമ്പനിക്കാർക്കും ഇന്ത്യയിൽ ഓഫീസുണ്ട്. അപ്പം ഞങ്ങൾ പണ്ട് മുതൽ ശ്രീധറിൽ ഹോളിവുഡ് പടങ്ങൾ കളിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 50 ഇയേഴ്സ് ആവുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരായിട്ട് നല്ലൊരു റാപ്പോ ഉണ്ട്. അപ്പോൾ അവർ പടങ്ങൾ ഇറക്കുമ്പോൾ പണ്ടൊക്കെ ഒരു 15 കൊല്ലം 20 കൊല്ലം മുമ്പൊക്കെ ഒരു ഇംഗ്ലീഷ് പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് എറണാകുളത്ത് വരിക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വി ആർ റിലീസിങ് അലോങ് വിത്ത് എൻറ്റയർ വേൾഡ്.
ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടായിരിക്കുമല്ലോ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവുക. അതെ അതെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടാണ്. ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ എന്തൊക്കെ ക്ലോസസ് ആണ് ഉണ്ടാവുക? എഗ്രിമെൻറ്റിൽ സാധാരണ ഉണ്ടാകുന്ന ക്ലോസ് എന്താണെന്ന് വെച്ചാൽ ടേംസിൽ ഒരു ക്ലോസ് ഉണ്ടാവും, പിന്നെ ഹോൾഡ് ഓവർ, പിന്നെ പ്രധാനമായിട്ടുള്ള ക്ലോസ് എന്താണെന്ന് വെച്ചാൽ എത്ര ദിവസം കളിക്കണം, അല്ലെങ്കിൽ മിനിമം റൺ, പിന്നെ അഡ്വാൻസ് എത്രയാണ്. എങ്ങനെയായിരിക്കും ഈ വരുന്ന കളക്ഷൻ ഷെയർ ചെയ്യപ്പെടുക? ഇതിപ്പോൾ ഒരു ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ഇപ്പോൾ ഒരു 100 rupees ഒരു ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ 2 rupees സർവീസ് ചാർജ് ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ 98 rupeesലാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ആ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കുറച്ചിട്ടുള്ള ഫിഗറാണ് നെറ്റിലാണ് ഡിസ്ട്രിബ്യൂട്ടർക്കും എക്സിബിറ്റർക്കും അതിൻ്റെ ഷെയർ കിട്ടുന്നത്. സാധാരണ മലയാളം പടത്തിന് ഫസ്റ്റ് വീക്കിൽ 60% ടു ദ ഡിസ്ട്രിബ്യൂട്ടർ, സെക്കൻഡ് വീക്കിൽ 55% ടു ദ ഡിസ്ട്രിബ്യൂട്ടർ, തേർഡ് വീക്ക് മുതൽ 50% ത്രൂ ഔട്ട് അപ് ടു ഹോൾഡ് ഓവർ. ഹോൾഡ് ഓവർ എന്ന് പറയുന്നത് അതൊരു ഞങ്ങളെ ലേമൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയും. അതായത് ഹോൾഡ് ഓവർ എത്തിക്കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ പിന്നെ അതിന് ആ ഫിഗറിൻ്റെ താഴെ തിയേറ്ററിന് കളിച്ചാൽ മുതലാവില്ല. അതായത് തിയേറ്ററിൻ്റെ ഒരു ഒരു ഡെയിലി എക്സ്പെൻസിൻ്റെ താഴെ ആ കളക്ഷൻ നിൽക്കും ഏകദേശം. അതാണ് ഹോൾഡ് ഓവർ എന്ന് പറയുന്നത്. ഒരു സിനിമ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട്, ഇപ്പോൾ ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കുക അല്ലെങ്കിൽ വേൾഡ് കപ്പ് കളി നടക്കുന്ന സമയം, അതല്ലെങ്കിൽ ഭയങ്കര മഴയുണ്ടായി, നന്നായി ആദ്യത്തെ ആഴ്ചയിൽ ഒരു രണ്ടാമത്തെ ദിവസം ഇത് ഹോൾഡ് ഓവറായി, പക്ഷേ അടുത്ത ദിവസം തൊട്ടൊരു സിനിമ വീണ്ടും ഭയങ്കര കളക്ഷൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കും അതിനെ മാനേജ് ചെയ്യുക? ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എല്ലാ തിയേറ്ററുകാരും അവർ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. അത് അങ്ങനെ ഒരു ഇത് മാത്രമല്ല, ഇപ്പോൾ ചില എഗ്രിമെൻറ്റിൽ ഈ ക്ലോസ് എഴുതാറുമുണ്ട്. അതായത് ക്രിക്കറ്റ്, റെയിൻ അല്ലെങ്കിൽ ബന്ദ് ഉള്ള ദിവസങ്ങളിൽ ഹോൾഡ് ഓവർ കണക്കാക്കില്ല എന്നും പറഞ്ഞു. ഈ വൈഡ് റിലീസ് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പോൾ വൈഡ് റിലീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേൾഡ് വൈഡ് ഫിനോമിനൻ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നല്ല തിയേറ്റർ എവിടെ പണിതാലും അവിടെ റിലീസ് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. DCR എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ടിക്കറ്റിങ്ങുമായിട്ട് അതിനെന്താ ബന്ധം? എന്താണ് DCR എന്ന് പറയുന്നത്? DCR എന്ന് വെച്ചാൽ ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് എന്നാണ്. അത് ആർക്കൊക്കെയാണ് കൊടുക്കുക? അത് 3 കോപ്പി ഉണ്ട്. ഒറിജിനൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കും, കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ടാവും, ഒരു കോപ്പി കോർപ്പറേഷനിലും പോകും. ഇതിപ്പോൾ പുതുതായിട്ട് ഈ ടിക്കറ്റിങ്ങിൽ ഈ DCR എന്ന് പറയുന്ന കാര്യത്തിലാണോ ഇപ്പോൾ ഗവൺമെൻറ് പുതിയ എന്തോരം നീക്കം കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞത്? അത് DCRലും എഫക്റ്റ് ചെയ്യും, ജനറലി ടിക്കറ്റിങ്ങിന് തന്നെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് ഫിസിക്കൽ ടിക്കറ്റ് ആണ് ഞങ്ങൾ കൗണ്ടറിൽ കൊടുക്കുന്നത്. അതിന് പകരം കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് ടിക്കറ്റ്സ് ത്രൂ കമ്പ്യൂട്ടറാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് പോസിറ്റീവാണ്. അത് വളരെ പോസിറ്റീവാണ്. കാരണം ഞങ്ങൾ 3 കൊല്ലം മുമ്പ് ഇത് റിനോവേറ്റ് ചെയ്തപ്പോൾ ഒരു 6 മാസം കോർപ്പറേഷനിൽ നടന്നതാണ്. ഈ ഞങ്ങളുടെ കയ്യിൽ സോഫ്റ്റ്വെയറും റെഡിയാണ്, കമ്പ്യൂട്ടറും റെഡിയാണ്. അവർ എന്ത് ചെയ്താലും സമ്മതിക്കുന്നില്ല. കാരണം അവർക്ക് ആ കോൺസെപ്റ്റ് തന്നെ മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇത് ഗവൺമെൻറ് തന്നെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ.